നമസ്കാരം, എല്ലാവർക്കും എഫ് ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കേരളത്തിലെ ടോപ്പ് 5 യൂണിവേഴ്സിറ്റികളെ സെർച്ച് ചെയ്യുമ്പോൾ അതിൽപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എല്ലാവർക്കും സുപരിചിതമായ യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് സമൂഹത്തിന് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടോപ്പ് 5 ഇടം നേടിയിട്ടുള്ളത്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സ്ഥാനമാനങ്ങളെ കുറിച്ചല്ല, മറിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യമായിട്ടാണ് 4 വർഷ സ്ട്രീമിലേക്ക് മാറി. ഈ വർഷമാണ് ആദ്യമായിട്ട് 4 വർഷ സ്ട്രീമിലേക്ക് മാറിയിട്ടുള്ളത്. ആ 4 വർഷ സ്ട്രീമിലേക്ക് മാറിയതിന് ശേഷം ആദ്യ എക്സാം ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നവംബർ 26, അതായത് ഈ മാസം 26 ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ എക്സാം ഡിക്ലെയർ ചെയ്തിട്ടും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പല സബ്ജക്റ്റ് കൂടി ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയലോ ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഈ സ്ട്രീമിലേക്ക് മാറിയിട്ടുള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നമുക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഈ സ്ട്രീമിലേക്ക് മാറുമ്പോൾ ജസ്റ്റ് ഈ സ്ട്രീം ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങോ നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഒരാഴ്ച ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പൊ എക്സാം ഡിക്ലെയർ ചെയ്തിട്ടും ഇതുവരെ ബുക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര അധപതിച്ചു പോയി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ 4 വർഷ സ്ട്രീമിലേക്ക് മാറുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ ഉണ്ടായിരുന്ന പാറ്റേൺ, നമ്മളെ സബ്ജക്ട് പാറ്റേൺ എന്ന് പറയുന്നത് കോമൺ, കോംപ്ലിമെന്ററി, കോർ എന്ന രീതിയിലായിരുന്നു. ആ പാറ്റേൺ മാറ്റിയിട്ട് മൈനർ, മേജർ, AIC എന്ന രീതിയിലേക്ക് മാറ്റി. ആ മാറ്റം മാത്രമാണ് ഈ 4 വർഷ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ ആകെ ചർച്ച ചെയ്തതും ആകെ ഇംപ്ലിമെന്റ് ചെയ്തതും എന്ന് നമുക്ക് പറയാം. കാരണം പല ബുക്കുകളും ഇപ്പോഴും മാർക്കറ്റിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അണ്ടറിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ എന്ത് എഴുതണം അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്നും ഇതിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന കോളേജുകളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് എന്ത് പഠിപ്പിക്കണം എന്നും ഇവിടെ ഒരു ബോധവും ഇല്ല എന്നുള്ളതാണ്. എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളാണ്. ABVP ആണെങ്കിലും MSF ആണെങ്കിലും SFI ആണെങ്കിലും KSU ആണെങ്കിലും ഇവരാണല്ലോ ഇവിടുത്തെ മുൻനിര സ്റ്റുഡൻസ് സംഘടനകൾ. എന്തുകൊണ്ട് ഈ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം നിങ്ങളെ പാർട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയതിന്റെ പേരിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഹർത്താലുകളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും ഉയർത്തുകയെന്നു മാത്രമേ ചെയ്യുകയെന്നുണ്ടോ? എന്തുകൊണ്ട് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നില്ല എന്നതാണ് എൻ്റെ ചോദ്യം. എനിക്ക് ഇത് വീക്ഷിക്കുന്ന പാരന്റ്സിനോട് പറയുന്നത്, ഒരു പക്ഷെ നിങ്ങൾ ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇത് ഈ വർഷത്തിലുള്ള ഈ 4 വർഷ സ്ട്രീമിലേക്ക് മാറിയിട്ടുള്ള ഒരു ബാച്ചിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാവാം ഇത് ഇത്ര ആളുകൾ അറിയാത്തത്. ഒരു ചാനൽ ഇത് ഏറ്റെടുത്തിട്ടില്ല, ഒരു മീഡിയകളിൽ നമ്മൾ ഇത് കാണാൻ കഴിഞ്ഞേക്കില്ല. അത് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെതിരെ പ്രതികരിക്കാത്തത് കൊണ്ട് മാത്രമാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അറിയാത്ത വിദ്യാർത്ഥി സംഘടനകൾ എന്തിനാണ് നമുക്കിവിടെ? എനിക്ക് നിങ്ങൾ പാരന്റ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. നമ്മളെ മക്കളെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മളെ മക്കൾക്ക് എന്ത് പഠിക്കണമെന്നും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എന്ത് പഠിപ്പിക്കണമെന്നും ഇതുവരെ ഒരു ബോധ്യവും ആരും നൽകിയിട്ടില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടില്ല. പല ബുക്കുകളും ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം. ആയതുകൊണ്ട് ഇത് മാക്സിമം ഷെയർ ചെയ്ത് ഇതിന്റെ അധികാരികളിലേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതൊരു ചർച്ച വിഷയമാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.